KSRTCക്ക് സഹായമായി 122 കോടി രൂപ കൂടി അനുവദിച്ച് ധനവകുപ്പ്. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റാവശ്യങ്ങൾക്കായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോൾ KSRTCയുടെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ആ രീതിയിലൊക്കെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഓരോ കാര്യങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇത്രയും രൂപ KSRTCക്ക് അനുവദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതിന്? സ്മിത, KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി കൊമ്പ് പിടിച്ച നടപടികളാണ് ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നു. ഈ ഭിന്നിച്ചു നിൽക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളെയും അതുപോലെ ജീവനക്കാരെയും ഒക്കെ ഒന്നിച്ചു നിർത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇവർ ഏറ്റവും വലിയ പ്രശ്നമായ ശമ്പളം, കൃത്യസമയത്ത് ശമ്പളം ലഭിക്കില്ല എന്നുള്ളതായിരുന്നു KSRTC ജീവനക്കാരുടെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ കൂടുതൽ സഹായം നൽകുന്നു അതിനായി എന്നുള്ളതാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. KSRTCക്ക് 122 കോടി രൂപ കൂടി സർക്കാർ സഹായമായി അനുവദിച്ചു ധനവകുപ്പ്. ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചത്. ഈ രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയതെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷ ബജറ്റിൽ ഏതാണ്ട് 900 കോടി രൂപ ഈ KSRTCക്കായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനുള്ളിൽ നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷ ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി ലഭിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.